Hello friends, welcome back to my channel. ഇനി ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ. വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോവുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ എന്നും വാങ്ങണ പാലിന് എടുത്തേക്കണ പാലിൻ്റെ പാടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും 500 പാലേ വാങ്ങലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എടുത്തേക്കണ പാലിൻ്റെ പാടയാണ്. അപ്പോൾ ഒരു മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരുക്കിങ്ങാണ്ട് നെയ്യാക്കണതാണ്. അപ്പോൾ എന്നും പാലിൽ നിന്ന് കിട്ടണ പാലിൻ്റെ പാട ഫ്രീസറിലാണ് കേട്ടോ വെക്കൽ. ഒരു അടപ്പുള്ള പാത്രത്തിൽ വെച്ച് അടച്ച് വെക്കലാണ്. ഇനി ഇത് എങ്ങനെയാണ് നെയ്യാക്കി എടുക്കുന്നത് എന്ന് കാണാം. ഇനി ആ പാലിൻ്റെ പാട അടി കട്ടിയുള്ള ഒരു പാത്രത്തിക്കോ ഒരു ചട്ടിക്കോ മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഉരുക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇമ്മയാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ നെയ്യ് ഉണ്ടാക്കുന്നത് ഈ പാലിൻ്റെ പാട മിക്സിയിൽ തണുത്ത വെള്ളം പാർന്ന് അടിച്ചിങ്ങാണ്ട് വെണ്ണയാക്കി എടുക്കും. എന്നിട്ട് അത് ഉരുക്കിങ്ങാണ്ട് നെയ്യാക്കി കേട്ടോ. അങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ വെണ്ണ കിട്ടൂല കേട്ടോ. വെണ്ണ അതായത് ബട്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴാണ് ബട്ടറായി കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു ചട്ടിക്കിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണേ. ഇത് അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇത് ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം തിളക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നെയ്യ് മുകളിലായിട്ടും അതിൻ്റെ മട്ട് താഴത്തായിട്ടും ഇങ്ങനെ എണ്ണ ഇങ്ങനെ പിരിയൽ തുടങ്ങുവേ. ഇനി അതിൻ്റെ മട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നോളം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ മട്ട് നല്ലോണം മൂക്കണം. അപ്പോൾ അപ്പോഴേ അതിൽ നിന്ന് നമുക്ക് നല്ല നെയ്യ് കിട്ടുള്ളൂ. ഇപ്പം തന്നെ നല്ല നെയ്യിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല അടിപൊളി നെയ്യ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല യെല്ലോ കളറായിട്ടുള്ള നല്ല അടിപൊളി നെയ്യ് ഇവിടെ സെറ്റായി. ഇനി നിങ്ങളും ഇതേപോലെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി നെയ്യ് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. ഇനി ആ മട്ടന്ന് നെയ്യൊന്ന് ഊറി വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് ഈ നെയ്യ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബായ്.